ഇപ്പോൾ CPM MP ജോൺ ബ്രിട്ടാസ് മധുരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. കുറേ കാലമായിട്ട് കേരള ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ശ്രമത്തിൻ്റെ മറ്റൊരു ഘട്ടമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. എന്നാലും ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ കാരണം വെച്ചാൽ മാധ്യമങ്ങൾ തന്നെ അവർ നൽകുന്ന വാർത്തകൾ അടിക്കടി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ പറയുന്നു, അതായത് നിർമ്മലാ സീതാരാമനുമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇതിൻ്റെ പേരിലാണെന്ന് പറയുന്നു. ഇപ്പം പറയണു ഭയങ്കര പ്രതികാരത്തോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡൽഹിയിലെ BJP സർക്കാരിന് പ്രത്യയശാസ്ത്രപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഏറ്റവും എതിർപ്പുള്ള ഒരു പ്രസ്ഥാനമെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ പരമമായിട്ടുള്ള ലക്ഷ്യം. BJPയുടെ വർഗീയ അജണ്ടയെ തുറന്നു കാണിക്കുന്നത് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് ഇടതുപക്ഷ നിരയിലെ നേതാക്കളെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് BJPയുടെയും കേന്ദ്രം ഭരിക്കുന്ന മുന്നണിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. സ്റ്റാലിനുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുമ്പോഴാണ് സംശയിക്കുന്നത്. അല്ല, ഈ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയിൽ ആ കേന്ദ്ര ഏജൻസി ഏർപ്പെടുമ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത വരുന്നു എന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് എങ്ങനെ ഈ വാർത്തകൾ കിട്ടുന്നു? മാധ്യമങ്ങളുമായിട്ട് ഈ അന്വേഷണ ഏജൻസികൾക്ക് ഏതെങ്കിലും ജോൺ ബ്രിട്ടാസ് ആണ് പ്രതികരിച്ചത് മധുരയിൽ.